സംസ്ഥാനത്തും ജില്ലയിലും പ്രളയഭീതി ഇല്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. അതിനാൽ പ്രളയ പ്രവചനങ്ങൾ വേണ്ടെന്ന് മന്ത്രി രാജൻ മുന്നറിയിപ്പ് നൽകി. തൃശൂർ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച 14 ജില്ലകളിലെയും കളക്ടർമാർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ തൃശൂർ ജില്ലയിൽ മരങ്ങൾ വീണാണ് കൂടുതൽ അപകടങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതിനാൽ വില്ലേജ്, പഞ്ചായത്ത്, വനംവകുപ്പ് അധികൃതർ സ്ഥലങ്ങൾ സന്ദർശിച്ച് അപകടകരമായ മരങ്ങൾ മുറിച്ചുമാറ്റാൻ തീരുമാനമെടുക്കും. ജനങ്ങളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കനത്ത മഴയുള്ള ദിവസം അതിരാവിലെ നടക്കുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കുട്ടികൾക്ക് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ സ്കൂളുകൾക്ക് സ്വയം അവധി കൊടുക്കാം. കൂടുതൽ ദിവസം അവധി കൊടുക്കേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അക്കാര്യം പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ച് തീരുമാനമെടുക്കാം. ആവശ്യമെങ്കിൽ ഓൺലൈൻ ക്ലാസ് ഏർപ്പെടുത്താനാവുമോ എന്നും പരിശോധിക്കണം. രാത്രിയാത്ര പരമാവധി ഒഴിവാക്കുക. ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 25,000 രൂപ വീതം വില്ലേജ് ഓഫീസർമാർക്ക് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങാൻ സജ്ജമാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ദ്രുതപ്രതികരണ സേനകളെ സജ്ജമാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പഴയ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും മന്ത്രി രാജൻ പറഞ്ഞു. അപകടകരമായ സാഹചര്യങ്ങൾ വൈദ്യുതി വകുപ്പിനെ അറിയിക്കാനായി 1912 എന്ന ടോൾ ഫ്രീ നമ്പറിലും ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെടാൻ 1077 നമ്പറിലും വിളിക്കണമെന്നും മന്ത്രി രാജൻ ആവശ്യപ്പെട്ടു. ജില്ലാ കളക്ടർ കൃഷ്ണതേജ, ജില്ലാതല വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു.